മിഡ് ടേം എക്സാം ഒക്കെ ആയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എക്സാമിന് ബയോളജി നല്ല ടഫായതുകൊണ്ട് തന്നെ നല്ലോണം പഠിച്ചാണ് പോലെ. ആ ഒരു ടൈമിന് ആൻസേഴ്സ് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും, എനിക്ക് ഒന്നും എഴുതാൻ കിട്ടൂല. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം കറക്റ്റ് ആ ആൻസേഴ്സ് എല്ലാം ഞാൻ പഠിച്ചതുമായിരിക്കും അപ്പം എൻ്റെ മൈൻഡിലും ഉണ്ടാവും. വെറും 10 മിനിറ്റ് മാത്രം ഡ്യൂറേഷൻ വരുന്ന ഒരു സംസാരം ദില്ലയ്ക്ക് നേടിക്കൊടുത്തത് 10ാം ക്ലാസ്സിൽ 10 A+ ആണ്. എങ്ങനെയാന്ന് അറിഞ്ഞാലോ? വരും ദില്ല, എങ്ങനെയാണ് നമ്മൾ അന്ന് സംസാരിച്ചിട്ടുള്ള ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ലൈഫിൽ ഒരു വലിയ മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഫിയർ ഉള്ള ഒരു സബ്ജക്റ്റ് മാറ്റി ആ സബ്ജക്റ്റിൽ ഫുൾ A+ വാങ്ങാൻ വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത്? ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് 8ാം ക്ലാസ് മുതലേ ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നല്ല ടഫായിരുന്നു. 8, 9, 10 ആഫ്റ്റർ ഫുൾ ആ ഒരു ക്ലാസ്സിൽ എനിക്ക് നല്ല ടഫായിരുന്നു ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. പിന്നെ 10th SSLC എക്സാമിൻ്റെ മുമ്പ് ഒരു മിഡ് ടേം എക്സാം ഒക്കെ ആയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എക്സാമിന് ബയോളജി നല്ല ടഫായതുകൊണ്ട് തന്നെ നല്ലോണം പഠിച്ചാണ് പോലെ. എക്സാമുകളിൽ കയറുമ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പം എന്താണ് അറിയില്ല, ക്വസ്റ്റ്യൻ മനസ്സിലാവായിട്ടാണോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, ആ ഒരു ടൈമിന് ആൻസേഴ്സ് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും, എനിക്ക് ഒന്നും എഴുതാൻ കിട്ടൂല. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം കറക്റ്റ് ആ ആൻസേഴ്സ് എല്ലാം ഞാൻ പഠിച്ചതുമായിരിക്കും അപ്പം എൻ്റെ മൈൻഡിലും ഉണ്ടാവും. ആ ഒരു എക്സാമിൻ്റെ ടൈമിന് എനിക്ക് എഴുതാൻ കിട്ടാറില്ല. അതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം ഉണ്ടായിന്. അതിനുശേഷമാണ് ഞാൻ ടീമിനെ കോണ്ടാക്ട് ചെയ്യുന്നതും സാറുമായിട്ട് സംസാരിക്കുന്നതും. ഒരു 10 മിനിറ്റിലുള്ള ഒരു മൈൻഡ് പവർ ടെക്നിക്കിലൂടെ എൻ്റെ ലൈഫിൽ നല്ല ചേഞ്ച് തന്നെ ഉണ്ടായി. ആ ബയോളജി എന്ന് പറഞ്ഞൊരു ഫിയർ തന്നെ മാറിക്കിട്ടി. ആൻഡ് ഇപ്പോൾ എക്സാമിൽ SSLC ബയോളജിയിൽ A+ വാങ്ങാൻ പറ്റി. വെരി ഗുഡ്. അപ്പം നിങ്ങൾ കേട്ടില്ലേ, വെറും 10 മിനിറ്റ് കൊണ്ടാണ് ദില്ല എന്ത് ചെയ്തത്? അവരുടെ ലൈഫിൽ ഏകദേശം 3 വർഷത്തോളമായിട്ടുള്ള ബയോളജി എന്ന സബ്ജക്റ്റിലുള്ള ഫിയർ പാടെ എടുത്തു കളഞ്ഞിട്ട് മിഡ് ടേം എക്സാമിൽ വളരെ ലോ ഗ്രേഡ് ആയിരുന്നത് അവരെ ഫൈനൽ എക്സാമിൽ ഫുൾ A+ നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇഫ് യു ആർ എ സ്റ്റുഡന്റ്, നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, നിങ്ങളെ പല സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഒരു ഫിയർ ഉണ്ട്, എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുണ്ട്, നിങ്ങൾ നല്ല പോലെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളെ എക്സാം പേപ്പറിലേക്ക് നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ ടീമിനെ കണക്ട് ചെയ്യാം. ആ ഫിയർ പാടെ എടുത്തു കളഞ്ഞ ശേഷം നിങ്ങളെ എക്സാംസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഗ്രേഡ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആര്? നമ്മളെ ദില്ല എന്നുള്ളത്. ആൻഡ് ദില്ല, ഇനി ഏത് സബ്ജക്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്? ഞാൻ സയൻസ് ആണ് എടുക്കാൻ. ഓക്കെ. മുമ്പ് ദില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമേഴ്സ് ആണ് എടുക്കുക. അതായത് നമ്മൾ അന്ന് ആ ഒരു കൺസൾട്ടേഷന്റെ സമയത്ത് ദില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊമേഴ്സ് എടുക്കണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ബയോളജി ഫിയർ ആയതുകൊണ്ടാണ് ഞാൻ കൊമേഴ്സ് എടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ബയോളജി ഫിയർ കാര്യങ്ങളൊക്കെ പോയല്ലോ, അതുകൊണ്ടാണോ സയൻസ് എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഓഫ് കോഴ്സ് അത് തന്നെയാണ് തീരുമാനം. പിന്നെ ബയോളജി എന്ന് പറഞ്ഞ ഒരു ഫിയർ തന്നെയായിരുന്നു മെയിൻ പ്രോബ്ലം. അത് പോയി കിട്ടിയോണ്ട് സയൻസ്. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ലൈഫിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിടക്കുന്നുണ്ട്. ചെറിയ ഫിയറുകൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നതുകൊണ്ടാണ് ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് യുവർ ഫിയർ, ഓപ്പൺ ആയി കിടക്കുന്ന വലിയ ഓപ്പർച്യൂണിറ്റീസ് എടുത്ത് ലൈഫിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ്.